നിങ്ങളുടെ പൈസയും അടിച്ചുകൊണ്ട് പോകും, അതുപോലെ നിങ്ങളുടെ ചാനലും അതിനോടൊപ്പം അവർ അടിച്ചുകൊണ്ട് പോകും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, അതേപോലെ നിങ്ങൾ യൂട്യൂബിൽ എല്ലാ വീഡിയോസും കാണാത്തവരാണെങ്കിലും ശരി, ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ലാസ്റ്റ് വരെ കണ്ടിരിക്കണം. കാരണം യൂട്യൂബിൽ ഒരുപാട് ഫ്രോഡ്സ്റ്റേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ ഈ പുതിയ യൂട്യൂബേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പറ്റിച്ച് അവർ ഒന്നെങ്കിൽ അവരിൽ നിന്ന് പൈസ അടിച്ചെടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അവരുടെ ചാനലിൽ തന്നെ അവരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിൽ ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഫ്രോഡ്സ്റ്റേഴ്സ് ആണ് ഉള്ളത്, അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള സ്കാംസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുപയോഗിച്ച് അവർ ഈ പുതിയ യൂട്യൂബേഴ്സിനെ പറ്റിച്ച് അവരുടെ ചാനൽ അടിച്ചുകൊണ്ട് പോകുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിലും അല്ലെങ്കിൽ ശരി, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യത്തെ സ്കാമാണ് ഹാക്കിംഗ്, അതായത് നിങ്ങളുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവർ നിങ്ങളെ ഹാക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ ചാനൽ ഹാക്ക് ചെയ്യുന്നത്, ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയെന്ന് വരാം, പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത ലാസ്റ്റ് വരെ കാണുക, കാരണം നിങ്ങൾക്കും ഇത് സംഭവിച്ചെന്ന് വരാം. ഇവിടെ ഏറ്റവും ആദ്യം അവർ ചെയ്യുന്നത്, നിങ്ങളുടെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അവരൊരു മെയിൽ അയക്കും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് ഞങ്ങൾ സ്പോൺസർഷിപ്പ് തരികയാണ്, നിങ്ങൾക്ക് സന്തോഷവും, എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടുകയാണ്, എനിക്ക് പൈസ കിട്ടും. പക്ഷേ ഈ മെയിലിൽ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്കിൽ നിങ്ങളെ കൊണ്ട് അവർ ക്ലിക്ക് ചെയ്യിപ്പിക്കും. അതല്ലെങ്കിൽ ഒരു ഫയൽ അയച്ചിട്ട് പറയും, ഇത് ഞങ്ങളുടെ കമ്പനി കാറ്റലോഗ് ആണ്, ഇതിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ വീഡിയോ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഞങ്ങൾ സ്പോൺസർഷിപ്പ് തരും. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങളുടെ ഡിവൈസിൽ വളരെ പെട്ടെന്ന് ഒരു ജാവാസ്ക്രിപ്റ്റ് റൺ ആവും. നിങ്ങളുടെ ചാനൽ അവിടെ ഹാക്ക് ചെയ്യപ്പെടും. അവിടെ ഒരു പാസ്വേഡും വർക്ക് ചെയ്യത്തില്ല, ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഒരു കുന്തോ അവിടെ വർക്ക് ചെയ്യത്തില്ല. നിങ്ങളുടെ ചാനൽ വളരെ സിമ്പിളായിട്ട് അവർ ഹാക്ക് ചെയ്തെടുത്തിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് ഇതേപോലെ സ്പോൺസർഷിപ്പ് റിലേറ്റഡുള്ള മെയിലുകൾ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. ഇതിൻ്റെ അറ്റത്ത് gmail.com ആണോ നോക്കുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഡൊമൈൻ നെയിം, അതായത് youtube.com, google.com, ഇതേപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെയിലുകളെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അതുപോലെ മറ്റൊരു ഇമെയിൽ ഐ ഡി ഇപ്പോൾ വരുന്നുണ്ട്, @luminous.com. ചിലപ്പോൾ ഈ .comന് പകരം അവിടെ ചിലപ്പോൾ .cp അല്ലെങ്കിൽ .gp അല്ലെങ്കിൽ .gl ഇതേപോലുള്ള ഇൻഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിലും അത്തരത്തിലുള്ള മെയിലുകളെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഇതെല്ലാം ഫ്രോഡുകളാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും നിങ്ങൾക്ക് ആദ്യമേ പൈസ ഓഫർ ചെയ്യുവാണെങ്കിലും വിചാരിച്ചോ അവരും നിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ കാറ്റഗറിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രോഡക്ട്സിനെയാണ് അവർ സ്പോൺസർ ചെയ്യാൻ ഈ മെയിലിലൂടെ പറയുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്, അവിടെ നിങ്ങളുടെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സിനെ സ്പോൺസർ ചെയ്യാനുള്ള മെയിലാണ് വന്നിരിക്കുന്നതെങ്കിലും ഉറപ്പിച്ചോ അവരും നിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാറ്റലോഗ് അയച്ചു തന്നിട്ട് അതിൽ നിന്നൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാലും അതിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ഇതെല്ലാം പറ്റിയൊരു പരിപാടിയാണ്, നിങ്ങളുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടും. രണ്ടാമത്തെ സ്കാമാണ് ചീറ്റിംഗ് സ്കാം. അതായത് നിങ്ങളുടെ ചാനലിൽ പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരാം, അതിനായി നിങ്ങൾ തന്നെ പല ആളുകളെ അപ്രോച്ച് ചെയ്തെന്നും വരാം. പക്ഷേ ചില ആളുകൾ നിങ്ങളെയും അപ്രോച്ച് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ചാനലിൽ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഞാൻ സോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പല ആളുകളും നിങ്ങളെയും അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ യൂട്യൂബ് ടിപ്സിന് വേണ്ടി ആളുകളെ പറ്റിക്കുന്ന ആളുകൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾക്കായി മറ്റുള്ളവർക്ക് ഐഡിയും പാസ്വേഡും കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം. ചിലർ നിങ്ങളുടെ ഇത് പൈസയും മേടിക്കും, ഈ ID പാസ്വേഡും മേടിക്കും. നിങ്ങളുടെ പൈസയും അടിച്ചുകൊണ്ട് പോകും, അതുപോലെ നിങ്ങളുടെ ചാനലും അതിനോടൊപ്പം അവർ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഇങ്ങനെ പല സഹായങ്ങൾക്കും നിങ്ങൾ ആളുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റ് കിട്ടാതെ നിങ്ങളും ഒരാൾക്കും നിങ്ങളുടെ ഈ ചാനലിൻ്റെ ഐഡിയോ പാസ്വേഡോ ഒരിക്കലും കൊടുക്കരുത്. മൂന്നാമത്തെ സ്കാം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്കാമാണ്, അതാണ് ഫേക്ക് ID. അതായത് യൂട്യൂബ് ടിപ്സിനെ കുറിച്ചുള്ള സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് പല ആളുകളും എൻ്റെ ഇൻസ്റ്റഗ്രാമിലും എൻ്റെ ഫോണിലും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇതേപോലെ മറ്റു പല യൂട്യൂബ് ടിപ്സിനെ കുറിച്ച് ചെയ്യുന്നവരെയും അവർ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിൽ ഡീസൻ്റായിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഫ്രോഡുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി സഞ്ജൂസ് നായർ എന്നാണ്, അതിൻ്റെ ഹാൻഡിൽ സഞ്ജൂസ് നായർ 80 എന്നാണ്. ഇപ്പോൾ ഈ ഫ്രോഡുകൾ ഇതിൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. സഞ്ജൂസ് നായർ 1 എന്നോ സഞ്ജൂസ് നായർ 2 എന്നോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഡോട്ടോ കൊടുത്തിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ എൻ്റെ ഫോട്ടോയും കൊടുക്കും. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള വീഡിയോസും അവർ ഡൗൺലോഡ് ചെയ്ത് ആ ഫേക്ക് അക്കൗണ്ടിൽ അവർ അപ്ലോഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ അബദ്ധത്തിൽ നിങ്ങളത് കണ്ട് തെറ്റിദ്ധരിച്ചെന്ന് വരാം, അതല്ലെങ്കിൽ അവർ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തെന്ന് വരാം. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ ഈ ഒരു പ്രശ്നമുണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ ശരിയാക്കി തരാം, ഇങ്ങനെ അവർ പറഞ്ഞെന്ന് വരാം. അത് എങ്ങനെയാണെങ്കിലും ശരി, നിങ്ങൾ പറയുക ആദ്യം വീഡിയോ കോൾ ചെയ്യണം. വീഡിയോ കോൾ ചെയ്ത് ആദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ ആണോ അല്ലയോ എന്ന്. അതല്ലാതെ നിങ്ങൾ ഒരാൾക്കും കണ്ണടച്ച് പൂട്ടി നിങ്ങളുടെ Gmail ID, നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. ഒരുപാട് ആളുകൾക്ക് പണി കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ചാനൽ അവർ ഹാക്ക് ചെയ്തുകൊണ്ട് പോകും.
അടുത്തത് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ സ്കാമാണ് ഫേക്ക് സ്ട്രൈക്ക് ഫ്രോഡ്. അതായത് ഫ്രോഡുകൾ നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ അവരുടെ ഒരു വീഡിയോയും കോപ്പി ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് ഫേക്ക് ആയിട്ടുള്ള സ്ട്രൈക്ക് അവർ തന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബ് അൽഗോരിതത്തിന് ഇവിടെ തെറ്റ് പറ്റുന്നുണ്ട്, ഈ സ്ട്രൈക്ക് നിങ്ങൾക്ക് വീണും പോയി. അപ്പോൾ നിങ്ങൾ പേടിച്ചിട്ട് ഈ സ്ട്രൈക്ക് മാറ്റാനായിട്ട് ഈ സ്ട്രൈക്ക് തന്നവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ പറയും ഓക്കെ ഞാൻ സ്ട്രൈക്ക് മാറ്റി തരാം, പക്ഷേ എനിക്ക് ഇത്ര പൈസ വേണം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ 100% ഉറപ്പുണ്ട് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്ട്രൈക്കിനെതിരെ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്പീൽ കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാം. അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഇവർ ഫേക്ക് ആയിട്ടുള്ള സ്ട്രൈക്ക് തന്നിരിക്കുന്നതാണ്, യൂട്യൂബ് ഈ സ്ട്രൈക്ക് നിങ്ങൾക്ക് മാറ്റി തരും. അല്ലാതെ പേടിച്ച് ഇവർക്ക് പൈസ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം ഒരു പ്രാവശ്യം അവർക്ക് മനസ്സിലാവുകയാണ് നിങ്ങൾ പേടിച്ച് പൈസ തരുന്നവരാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ മറ്റുള്ള ഓരോ വീഡിയോസിനും ഇതേപോലെ സ്ട്രൈക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചീറ്റിങ്ങിലും നിങ്ങൾ പോയി പെടാതിരിക്കുക. അടുത്തത് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സ്കാമാണ് ചാനൽ ക്രിയേറ്റിംഗ് ഫ്രോഡ്. അതായത് ചില ആളുകൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് പറയും ഞങ്ങൾ നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്ത് തരാം, അത് പെട്ടെന്ന് ഗ്രോ ആകുന്നതാണ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ അത്ര പെട്ടെന്ന് ഗ്രോ ആകില്ല, നിങ്ങളിൽ നിന്ന് പൈസയും മേടിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ സർവീസും ചെയ്തു തരും. പക്ഷേ ഈ പറയുന്ന രീതിയിലാണ് തെറ്റ്. ആര് ക്രിയേറ്റ് ചെയ്താലും അത് ഗ്രോ ആകേണ്ടതാണെങ്കിൽ അത് ഗ്രോ ആയിരിക്കും. അവർക്ക് ഡീസൻ്റ് ആയിട്ട് പറയാം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് ചാനൽ, അതിന് ഇത്ര രൂപയാണ്. അതല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ പറയുന്ന ആ രീതി അത് തെറ്റാണ്. ഈ രീതിയിൽ ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ മറ്റൊരു ഫ്രോഡ് ഇപ്പോൾ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ദുബായ്, സിംഗപ്പൂർ. വലിയ വലിയ ക്രിയേറ്റേഴ്സ് പോലും ഇവരുടെ വലയിൽ പോയി ചിലപ്പോൾ വീഴാറുണ്ട്. അതായത് നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ ചില ആളുകൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടും, അല്ലെങ്കിൽ മറ്റു ചിലർ മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിൽ പോയി കമൻ്റ് ഇടും. അതും അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ ട്വിറ്ററിൽ പോയിട്ട് അവിടെ കമൻ്റ് ഇടും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഉണ്ടായതായിരിക്കും. അപ്പോൾ ഈ ട്വിറ്ററിൽ തന്നെ ചില വേരിഫൈഡ് ഫേസുകളുണ്ട്, അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. അവർ പറയും നിങ്ങളുടെ ഈ പ്രോബ്ലം ഞങ്ങൾ സോൾവ് ചെയ്ത് തരാം, പക്ഷേ അത് ഇന്ത്യയിൽ നിന്ന് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ഇന്ത്യയിൽ നിന്നുള്ള അപ്പീൽ വലുതായിട്ട് കേൾക്കാറില്ല, പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന ദുബായിലാണ് അല്ലെങ്കിൽ സിംഗപ്പൂരിലാണ്, ഇവിടെ നിന്ന് നമുക്ക് അപ്പീൽ കൊടുക്കാം, ഇത് പെട്ടെന്ന് യൂട്യൂബ് കേൾക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നിന്ന് പൈസയും മേടിക്കും, അതുപോലെ നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും മേടിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അവരെ കാണാനേ കിട്ടത്തില്ല, അവർ നിങ്ങളുടെ പൈസയുമായിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ടാവും. അവരും ഫ്രോഡുകളാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവത്തിൽ നിങ്ങൾ പോയി പെടരുത്. അടുത്തത് ഇപ്പോൾ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ സ്കാമാണ് മ്യൂസിക് ഫ്രോഡ് എന്ന് പറയുന്നത്. അതായത് ചില ആളുകൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യും, എന്നിട്ട് പറയും ഇത് എൻ്റെ മ്യൂസിക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങളുടെ വീഡിയോയിൽ, എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ ആ വീഡിയോയിൽ ഒരു ക്രെഡിറ്റ് മാത്രം തന്നാൽ മതി. അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ക്രെഡിറ്റ് ഉണ്ടല്ലോ, ആ ക്രെഡിറ്റ് മാത്രം മതി എന്ന് പറയും. അതല്ലെങ്കിൽ ചെറിയ ഒരു എമൗണ്ട് ചിലപ്പോൾ അവർ ചോദിച്ചെന്ന് വരാം, വലിയ എമൗണ്ട് ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾ ആ ഒരു മ്യൂസിക് നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിക്കും, നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ വൈറലായെന്നും വരും. അതിനുശേഷം ഇവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും, പറയും ഇനി ഈ മ്യൂസിക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളിത് റിന്യൂ ചെയ്യണം. ആ റിന്യൂ ചെയ്യുന്നതിന് ചോദിക്കുന്ന എമൗണ്ടോ വലിയ ഒരു എമൗണ്ട് ആയിരിക്കും അവർ ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആ എമൗണ്ട് കൊടുത്തില്ലെങ്കിലോ അവർ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയിലും ആ മ്യൂസിക് അവർ ക്ലെയിം ചെയ്യും, നിങ്ങളുടെ ആ പൈസ കംപ്ലീറ്റ് അവർ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആളുകളെ നിങ്ങളെ മ്യൂസിക്കുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ വലയിൽ പോയി പെടരുത്. നിങ്ങൾക്ക് മ്യൂസിക് വേണമെങ്കിൽ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾക്ക് മ്യൂസിക് എടുക്കാം, അതല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും ഫ്രീ ആയിട്ടുള്ള ഒരുപാട് നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഉണ്ട്, അവിടെ നിന്ന് എടുക്കുക. അല്ലാതെ ഇതേപോലുള്ള ആളുകളുടെ വലയിൽ പോയി പെടാതിരിക്കുക. അപ്പോൾ യൂട്യൂബിൽ ഇതേപോലുള്ള ഒരുപാട് ഫ്രോഡുകൾ ഓടുന്നുണ്ട്, ആരുടെയും വിലയിൽ പെടാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.